Woke up to the golden light, soft breeze dancing feels so. ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു വൺ ഡേ ട്രിപ്പിന് പോവാണ്. ഫാമിലി ആയിട്ടുള്ള ട്രിപ്പല്ല, ഒരു ക്ലബിൻ്റെ വക എല്ലാവരും കൂടി ഞങ്ങളെ നാട്ടിന് പുറത്തുള്ള കുറച്ച് ആൾക്കാരെല്ലാം കൂടിയിട്ട് ഒരു ട്രിപ്പ് പോവാം. അകലാപ്പുഴയാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, ഒരു അരമണിക്കൂറുള്ള ദൂരം മാത്രമേ ഉള്ളൂ. പോകുന്ന വഴിക്ക് ഒരു പരിപ്പ് വടയും പിന്നെ ഈ സാധനം എന്താ അതിൻ്റെ പേര് എന്നോട് മറന്നു, അതും കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഇവിടുന്ന് ഒരു ബോട്ട് കയറിയിട്ടാണ് ഇനി ഞങ്ങൾ ആഘോഷങ്ങളൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് അകലാപ്പുഴ പോകുന്നത്. പക്ഷേ ഇത് അകലാപ്പുഴ അല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ജിപ്സി എന്നൊക്കെയാണ് എഴുതി വെച്ചത്. കാരണം ഞാൻ ഫോട്ടോയിൽ കണ്ട അകലാപ്പുഴ ഇങ്ങനെയൊന്നല്ല. ഐ ലവ് അകലാപ്പുഴ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ പോയത് ഒരു 9 മണിയാണ്. പിന്നെ 11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ചായയൊക്കെ ഉണ്ട്. അതൊക്കെ ആ ബോട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഒരു 3-4 മണിക്കൂർ ഇനി ആ ബോട്ടിൽ തന്നെ ഇരിക്കണം. ഞങ്ങൾ വിചാരിച്ചു ഇനി വേറെ ബോട്ടിലാണ്, വലിയ ബോട്ടിലാണ് ഡാൻസ് കളിക്കാൻ പറ്റിയ വലിയ ബോട്ടിലാണ്. പക്ഷെ ഒരു കുഞ്ഞു ബോട്ടായിരുന്നു. ഞങ്ങളൊരു കുറച്ച് ആൾക്കാർ മാത്രമുള്ള. അങ്ങനെ അയാൾ ബോട്ടിലൊക്കെ കയറി സീറ്റിലൊക്കെ ഇരുന്ന്. പിന്നെ എൻ്റെ കണ്ണ് ആ ഉഴുന്നുവടയിലേക്കായിരുന്നു. എപ്പോഴാണ് അത് തിന്നാന്നാണ് എൻ്റെ കണ്ണ്. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അത് ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊള്ളണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിന്നു. പിന്നെ അങ്ങനെ ആ സമയം എത്തി. ഉഴുന്ന് വട എല്ലാവരും കഴിഞ്ഞ് കാത്തിക്കാണ്. പിന്നെ കുറച്ചൊരു ബോട്ടിൽ തന്നെ ഇരുന്നു. ഉഴുന്നുവട കഴിച്ചിട്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര തലവേദനയും മൈഗ്രെയിനും ഇല്ലാത്തതൊക്കെ അന്നേരം വന്നു. ഇതിൻ്റെ കസിനാണ്. ഓളെ കല്യാണം ജൂലൈ മാസം വരുന്നുണ്ട്. അതുകൊണ്ട് ഓളെയൊക്കെ ഇരുത്തിച്ച് ഒപ്പനയൊക്കെ കളിച്ച് ഓൾ അടിച്ചു പൊളിക്കുകയാണ്. ഓരോ വീഡിയോയിലും ഓരോരുത്തരെ പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ വേറെ ഒരു കസിൻ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും അന്താക്ഷരി കളിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവരും കസേരക്കളി കളിച്ച്. എനിക്ക് തലവേദനയായിട്ട് എനിക്ക് അവിടെ നിന്ന് എണീക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോയത്. ഒരു പഞ്ചായത്തിലെല്ലാവരും ഉണ്ട്. അങ്ങനെ 3-4 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങാനായി. 1 മണി കൃത്യമായാലാണ് ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് ഭയങ്കര ബോറടിയായിരുന്നു. ഇനി അടുത്തത് തിക്കോടി ബീച്ചിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാൻ നമ്മളവിടെ ഹോട്ടലിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പോയി അങ്ങ് കഴിച്ചാൽ മതി. പോകുന്ന വഴിക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. അതുകൊണ്ട് മൈഗ്രെയിൻ കുറച്ചൊരാശ്വാസം ഉണ്ടായിരുന്നു.
അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരുമധുരം കഴിക്കണ്ടേന്ന് വിചാരിച്ച് അപ്പുറത്തുനിന്ന് തന്നെ ഒരു ഐസ് ഉണ്ടായിരുന്നു, അത് വാങ്ങി കഴിച്ചു. പല പല ആൾക്കാരോട് ഇരന്ന് വാങ്ങി 3 ഐസ് ഞാൻ തിന്നു. ഒരു കിറ്റ്കാറ്റ് ഫ്ലേവറും പിന്നെ 2 ലോട്ടസും. അടുത്ത പോകുന്നത് മിനി ഗോവക്ക്. നിങ്ങൾക്ക് ഇഞ്ച മുഖം കണ്ടാൽ അറിയാം രാവിലെ പോയ ആ കോലമല്ല തിരിച്ച് പോകുമ്പോഴുള്ള കോലം. മിനി ഗോവ പോണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവിടെ എത്തി. എനിക്ക് മിനി ഗോവ എന്നൊന്നും തോന്നിയിട്ടില്ല, സാധാ ഒരു ബീച്ച്. പിന്നെ അവിടെ നിന്ന് ഒരു 2 മണിക്കൂറോളം വെള്ളത്തിൽ കളിച്ച് കുട്ടികളൊക്കെ വെള്ളത്തിൽ കുളിച്ച് ഞാൻ കുറച്ച് ഫോട്ടോ എടുത്ത്. പിന്നെ ഒരു 5-5:15 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിടന്നുറങ്ങിയാൽ മതി, കാരണം എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്. നാളെ രാവിലെ നേരത്തെ എണീച്ച് ക്ലാസ്സിന് പോകണം. ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ.